ഇന്ന് നമ്മൾ ചെടികളല്ലേ നടാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ നടുന്നത്. അപ്പോൾ ദാ ഈ ചാമ്പത്തയ്യാണ് ഞാൻ നടാൻ പോണത്. അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാൻ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ കുഴിയൊന്നുമല്ല, ഒരു ആവറേജ് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വളം ആയിട്ട് ചേർക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി എല്ലാം എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ ആട്ടിൻ കാഷ്ടം എന്താണെങ്കിലും ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ ചാണകപ്പൊടി മാത്രമുള്ളൂ, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാമ്പത്തയ്യ ഞാൻ വിത്തിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ, നഴ്സറിയിൽ നിന്ന് മേടിച്ചല്ല. പിന്നെ ഈ ചാമ്പത്തയ്യൊന്നും ഒരിക്കലും നിങ്ങൾ നഴ്സറിയിൽ നിന്ന് മേടിക്കരുത്. വീട്ടിൽ നമ്മൾ കഴിച്ച കുരു എടുത്തിട്ട് ഏതെങ്കിലും ഒരു പോട്ടിലോ അല്ലെങ്കിൽ കവറിലോ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെറിയ ക്ലാസ്സിൽ എന്താണെങ്കിലും പൊട്ടിയ കപ്പിൽ എന്തെങ്കിലും നട്ടാൽ പെട്ടെന്ന് ജെർമിനേറ്റ് ആയിട്ട് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ്സാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ UP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ഞാനിത്. അപ്പം നമ്മൾ ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് ചാമ്പത്തയ്യല്ല ചാമ്പയൊക്കെ കൊണ്ടല്ലേ, ചാമ്പങ്ങയൊക്കെ. അപ്പോൾ അത് കഴിച്ചിട്ട് ആ കുരു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു കവറിൽ മണ്ണൊക്കെ നിറച്ച് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് അത് മുളച്ച് വന്ന് ഞാനത് നട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വളരുകയും ചെയ്യും, പെട്ടെന്ന് പൂ പിടിച്ച് നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ അത് ഞാൻ അങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ആ വളർന്നൊരു ഇൻട്രസ്റ്റിൽ ചെറുതല്ലേ, അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നട്ടു കൊടുത്തു. അപ്പോൾ അത് റോട്ടിൽ കൂടെ കുട്ടികളൊക്കെ പോകുമ്പോൾ അവരത് പറിച്ച് അത് പിടിച്ച് വലിച്ച് അത് അങ്ങനെ നശിച്ചു പോയിട്ട്. പിന്നെ ഞാനൊന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഞാൻ നട്ടുകൊടുത്ത് വെയിലില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലാരോ അതെടുത്ത് പറിച്ച്, അപ്പോൾ ഒരു വേര് ഫുള്ളായിട്ട് കിട്ടിയില്ല, അപ്പോൾ അതങ്ങനെ നശിച്ചു പോയി. പിന്നെ ഞാനിത് ഇപ്പോൾ നട്ടിട്ടുള്ളതാണ് കേട്ടത്. ഏത് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കും. പക്ഷേ ഈ ചാമ്പയൊന്നും നിങ്ങൾ ഒരിക്കലും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ ഈ പേരയ്ക്ക അതൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ കുരു ഇട്ടിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത്, അതൊക്കെ എൻ്റെ വീട്ടിൽ കായ്ച്ച് നിൽക്കുന്നതുമാണ് കേട്ടോ. അതാണ് എൻ്റെ അനുഭവമാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ല അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഞാനിത് നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കായ്ക്കലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നട്ടിട്ട് അതിൽ നിന്ന് നമ്മളൊരു കായ പറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അത് നമ്മളൊരു ആളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മൾ സ്വയം അനുഭവിച്ചറിയണം.